ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ അങ്ങനെ ഊണ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ അതിന് മുന്നേ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി. എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ്ങിൻ്റെ അടുത്ത വീഡിയോ ആണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഊൺ ആൻഡ് മോർ എന്ന് പറഞ്ഞ് കൈതമുക്കിലൊരു കട തുടങ്ങിയെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ പോകാനുള്ള ഓട്ടത്തിലാണ്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കാണാം. ഈ വീഡിയോ എടുക്കുന്ന സമയം നമ്മൾ ആ ചൂട് സമയത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ ചൂടും കാര്യങ്ങളും ഉണ്ട്. എന്നാലും നമ്മൾ അറഞ്ചം പുറഞ്ചം ഓടി നമ്മളവിടെ എത്തുന്നതാണ്. അങ്ങനെ നമ്മൾ കൈതമുക്കിൽ എത്തിപ്പോയി കടയൊക്കെ കണ്ടുപിടിച്ച് നമ്മളങ്ങനെ കടയൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ കൈതമുക്ക് ഫോർട്ട് ബേക്കറിയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കട വരുന്നത്. അപ്പോൾ ഞാൻ ഇവനോട് പറയാണ്, വേഗം ഓടിക്കോ, അവർ കലവും കഴുകി കഞ്ഞിയും തീർന്നിട്ടുണ്ടാവും, അതിനു മുമ്പ് നമുക്കവിടെ എത്തണം. അങ്ങനെ നമ്മൾ ആഞ്ഞു പിടിച്ച് കടയിലേക്ക് ഓടുകയാണ്. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഒരു ഊണും ഒരു പഴങ്കഞ്ഞിയുമാണ് നമ്മൾ മേടിച്ചത്. നമ്മൾ 3 പേരുണ്ട്, പക്ഷേ ഒരു ഊണും ഒരു പഴങ്കഞ്ഞിയെ മേടിച്ചോളൂ. പിന്നെ അവർ വിളമ്പാൻ തുടങ്ങി. മാങ്ങാച്ചാറും തോരനും സലാഡും അവിയലും പിന്നെ സാമ്പാറും പരിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മീൻകറിയാണ് ചോദിച്ചത്. അങ്ങനെ കപ്പയും മീൻകറിയൊക്കെ ആയിട്ട് കുഴച്ച് അടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പഴങ്കഞ്ഞി ഓർഡർ ചെയ്തായിരുന്നു. പഴങ്കഞ്ഞി ഒരു കലത്തിലൊക്കെ കൊണ്ടുവന്നു. പഴങ്കഞ്ഞി ഉടങ്കലി മുളകൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഉള്ളിയും പിന്നെന്താണ് ഉണക്കമീനും, പിന്നെ ഇതിന് കൂടെ ഒരു ചമ്മന്തിപ്പൊടിയുണ്ട്, ആ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മീൻ ഓർഡർ ചെയ്തു. നമ്മൾ ചൂര മീനാണ് ഓർഡർ ചെയ്തത്. ചമ്മന്തിപ്പൊടി ഇതാണ്, പിന്നെ ഉണക്കമീനാണ്. എല്ലാം കൂടെ ഒന്ന് കുഴച്ച് ഞെരടി ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ചൂര ഫ്രൈയും വന്നായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒരു അസാധ്യ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. നല്ല ചൂടോടെ അവർ അപ്പം തന്നെയാണ് ഫ്രൈ ചെയ്ത് കൊണ്ടുവരുന്നത്. ചൂര ഫ്രൈയുടെ മസാലയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ചൂര ഫ്രൈ ഒക്കെ കഴിച്ചു. വീണ്ടും ചൂര ഫ്രൈ ഓർഡർ ചെയ്യുകയും ചെയ്തായിരുന്നു. കാരണം അമ്മാതിരി ടേസ്റ്റും ക്വാണ്ടിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. മീനൊക്കെ ആണെങ്കിൽ പറപറാ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു യുദ്ധമാണ് നടന്നത്. നമ്മൾ 3 പേരും കൂടെ അറഞ്ചം പുറഞ്ചം കഴിച്ചു. പിന്നെ ഈ കടയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അവിടെ നിൽക്കുന്ന ചേട്ടന്മാർ നമ്മളോട് ഒരുപാട് പ്രാവശ്യം ചോദിക്കും, ഇനിയും വേണോ. ആ മനസ്സ് അടിപൊളിയാണ്, സൂപ്പർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈം ജ്യൂസ് ഓർഡർ ചെയ്ത് 2 ലൈം ജ്യൂസേ ഓർഡർ ചെയ്തോളൂ. സത്യം പറഞ്ഞാൽ സ്ഥലമില്ല, അതും ഒരു അണ്ടാവിലാണ് അവർ കൊണ്ടുവന്നത്. നമ്മൾ 3 പേരും കൂടെ ഒരു ഊണും ഒരു പഴങ്കഞ്ഞിയാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് പോലും നമ്മളെ കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ കഴിക്കാൻ. ഫിഷ് ഫ്രൈ ഒന്നും ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ചൂര ഫ്രൈ അസാധ്യ ടേസ്റ്റ്. പിന്നെ പഴങ്കഞ്ഞിയുടെ കാര്യം ഒന്നും പറയാനില്ല. ഉണക്കമീനും മീൻകറിയും ചമ്മന്തിപ്പൊടിയും ഉടങ്കലി മുളകും എല്ലാം കൂടെ ഞരടി, കപ്പയും എല്ലാം കൂടെ ഞരടി എടുത്ത് ലാമ്പാക്കി. അടിപൊളിയാണ്, പറയാനൊന്നുമില്ല. നല്ല സർവീസാണ്, വൃത്തിയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സർവീസ് അടി മനസ്സ് നിറഞ്ഞ് വൃത്തിയായി. ഇതാണ് കടയുടെ ലൊക്കേഷൻ. അങ്ങനെ നമ്മൾ തിരിച്ചു ഗൈസ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച്, ഫുഡൊന്നും ഒരു രക്ഷയില്ല, ഒന്നും ഇതായിട്ട് പറയാനൊന്നുമില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല. അറിഞ്ഞു തരുന്നുണ്ട്, നന്നായിട്ട് അറിഞ്ഞു തരുന്നുണ്ട്, മനസ്സറിഞ്ഞു തരുന്നുണ്ട്. ഊൺ ആൻഡ് മോർ, നമ്മുടെ ഊൺ ആൻഡ് മോർ നമ്മുടെ കൈതമുക്കില് ഫോർട്ട് ബേക്കറിയുടെ തൊട്ടടുത്തിരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന തന്നെയാണ്. SBI ബാങ്കിന്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നല്ല അത്യാവശ്യം നല്ല കടയാണ്, നല്ല വൃത്തിയുണ്ട്, നല്ല സർവീസാണ്. പിന്നെ നമ്മൾ ഒരു ഊണും ഒരു പഴങ്കഞ്ഞിയും 2 ചൂര ഫ്രൈയും കപ്പ പിന്നെ 2 ലൈമും എല്ലാം കൂടെ 410 രൂപയേ ഉള്ളൂ. വലിയ റേറ്റ് ഒന്നുമില്ല. ചൂര ഫ്രൈ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നിട്ടുള്ളൂ. അപ്പം അടിപൊളിയായിട്ട് കഴിച്ചു. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ പെരുമ്പാമ്പിനെ വിഴുങ്ങിയത് പോലെ ഇരിപ്പുണ്ട്.
അമ്പലത്തിൽ വയറ് നിറഞ്ഞു. അടിപൊളിയായിരുന്നു. നമുക്ക് രാജേഷിനെ മീറ്റ് ചെയ്യാനുണ്ട്. രാജേഷ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഭർത്താവ് ഉദ്യോഗം വഹിക്കുന്ന ആള്. ഇതൊക്കെ ഇടമേ അച്ഛനാണ് പോലെ അച്ഛൻ. അപ്പം നമ്മള് നേരെയാണ്. ഡ്രൈവർ ശരിയല്ല ഗൈസ്, ഡ്രൈവർ ശരിയല്ല. എല്ലാം പറഞ്ഞു കൊടുക്കണം. ഡ്രൈവറെ മാനസികപരമായിട്ട് പീഡിപ്പിക്കണം. ഡ്രൈവറിന്റെ ഒരു പേരും എന്ത് ഡ്രൈവറാണ്? താഴ്ന്ന ജാതിക്കാരനായ ഇനിയിപ്പോ ഒരു എല്ലാ ഫുഡും കഴിഞ്ഞിട്ട് നമ്മള് കപ്പലിന്റെ ഫുഡായി കഴിക്കാം. ഒരു പൂതിയല്ല, ഇപ്പോഴുള്ള ഒരു ചെറിയ ശീലമാണ്. അപ്പം വയറൊക്കെ നിറഞ്ഞു. പക്ഷെ എന്നാലും കപ്പലിന്റെ ഫുഡായി കഴിക്കാനുള്ള അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചുണ്ട്. മദ്യപാനം കഴിച്ചുകൊണ്ട് നമുക്ക് പോവാം. ഫോൺ വിളിച്ചിട്ട് ഇതുവരെ എടുക്കുന്നില്ല ഗൈസ്. അപ്പൊ നമ്മള് എന്താ അവിടെ വേണ്ടാത്ത ഓഫീസ് വർക്ക്. ഇതാണ് ഗൈസ് ഓഫീസ് വർക്ക്. ഒരു രക്ഷയില്ലാത്ത വർക്ക് ഗൈസ്. ചുള്ളെന്ന് കിട്ടുന്ന വർക്ക്. ഇതാണ് ഗൈസ് വർക്ക്. മീറ്റിംഗ്. ഇതാണ് ഗൈസ് നമ്മൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത മീറ്റിംഗ് വർക്ക്. എത്ര പ്രാവശ്യം വിളിച്ചിടോ തന്നെ മീറ്റിംഗ്. എന്റെ പൊന്നു ഗൈസ്, 1 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് വേണോ എന്ന് വിളിച്ച് ചോദിച്ചു. ബോധമില്ല, പൊക്കണമില്ല, വിവരവും ഇല്ലാതായി പോയി. മീറ്റിംഗ് അതന്നെ മീറ്റിംഗ്. ഇതായിരുന്നു. എത്ര നേരം കൊണ്ട് വിളിച്ചോ കണ്ട. ഓക്കെ, നമ്മൾ പോയിട്ട് വരാം. ബൈ. അപ്പൊ 5:30 വീട്ടിലോട്ട് എത്തും. ഇനി ഇവിടെ കിടന്ന് ഉറങ്ങണ്ട. വീട്ടില് സ്ഥലമുണ്ട്. വീട്ടിൽ വന്ന് കിടന്നുറങ്ങാന്ന്. അതാണ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാം. പിന്നെ ഇവിടെ ഓക്കെ.